ക്രിസ്ത്യൻ സമുദായങ്ങൾക്കിടയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ബിജെപിയുടെ ശ്രമങ്ങൾക്ക് തിരിച്ചടി. വടക്കേ ഇന്ത്യയിൽ ക്രിസ്ത്യൻ പുരോഹിതർക്കും സന്യസ്തർക്കും നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ പൊലിയുന്നത് ബിജെപിയുടെ കേരളം പിടിക്കാമെന്ന മോഹം. മതപരിവർത്തനമെന്നാരോപിച്ച് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ പുരോഹിതന്മാർക്കെതിരെ വ്യാപക ആക്രമണങ്ങളും പോലീസ് പീഡനങ്ങളും. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീക്കെതിരെ കള്ളക്കേസ്. കേരളത്തിൽ ക്രൈസ്തവരെ ഒപ്പം കൂട്ടി ഭരണം പിടിക്കാനുള്ള ബിജെപിയുടെ അജണ്ട പൊളിയുന്നു. ഒരക്ഷരം പോലും മിണ്ടാതെ കത്തോലിക്ക കോൺഗ്രസും കാസയും. രാജ്യവ്യാപകമായി ക്രൈസ്തവ പുരോഹിതർക്കും സന്യസ്തർക്കുമെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളും RSSന്റെയും അതിന്റെ മുഖപത്രത്തിന്റെയും ക്രൈസ്തവ വിരുദ്ധ നയം ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ കേരളത്തിലെ ബിജെപി അജണ്ടയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. കേരളത്തിൽ അധികാരത്തിലെത്തണമെങ്കിൽ ക്രൈസ്തവ സഭകളുടെ പിന്തുണ അനിവാര്യമാണെന്നറിയാവുന്ന ബിജെപി നേതൃത്വം സഭാ നേതൃത്വങ്ങളെ അനുനയിപ്പിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുമ്പോഴാണ് തിരിച്ചടിയായി വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. ഛത്തീസ്ഗഡിൽ കുങ്കുരി ഹോളി ക്രോസ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ബിൻസി ജോസഫിനെതിരെ ഇവിടുത്തെ ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കള്ളക്കേസ് എടുത്തിരിക്കുന്നത്. മതപരിവർത്തനം ആരോപിച്ചാണ് വിദ്യാർത്ഥിനി പരാതി കൊടുത്തിരിക്കുന്നത്. എന്നാൽ പതിവായി കോളേജിൽ വരാത്തതിന്റെ പേരിൽ പരീക്ഷ എഴുതാൻ അനുമതി നൽകാതിരുന്നതിന്റെ പേരിലാണെന്നാണ് കോളേജുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. അതിനിടയിലാണ് മണിപ്പൂരിലും ജാർഖണ്ഡിലും ജബൽപൂരിലും ഒറീസയിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും അടക്കം ക്രൈസ്തവ പുരോഹിതരും കന്യാസ്ത്രീകളും ഹിന്ദു സംഘടനകളാൽ വ്യാപകമായി ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ബിജെപി ദേശീയ നേതാവ് PC ജോർജ് നടത്തിയ വിവാദ പരാമർശമാണ് ബിജെപി അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിരിക്കുന്നത്. ജബൽപൂരിൽ മലയാളി വൈദികന് തല്ലുകിട്ടിയത് ക്ഷേത്രത്തിന്റെ മുൻപിൽ പോയി വൃത്തികേട് കാണിച്ചതിനാലാണെന്നാണ് ബിജെപി ദേശീയ കൗൺസിൽ അംഗം PC ജോർജ് പ്രസ്താവിച്ചത്. KCBCയും സീറോ മലബാർ സഭയെ മുതിർന്ന ബിഷപ്പുമാർ ജോസഫ് കല്ലറങ്ങാട്ടും ജോർജിന്റെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തു വന്നിരുന്നു. RSS മുഖപത്രമായ ഓർഗനൈസർ കത്തോലിക്ക സഭയുടെ ആസ്തി ചൂണ്ടിക്കാട്ടി ഇതിനെതിരെയാണ് ലേഖനം എഴുതിയത്. ബിജെപിക്ക് വേണ്ടി ശക്തിയുക്തം വാദിക്കുന്ന കാസയും ക്രോസും കത്തോലിക്ക കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകളും ഈ സംഭവങ്ങളിൽ മൗനം പാലിക്കുന്നതോടെ ബിജെപിക്ക് അനുകൂലമായി ഇവർ നടത്തുന്ന ഡിജിറ്റൽ പ്രതികരണങ്ങളുടെ വിശ്വാസ്യതയും തകർന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ രാജ്യവ്യാപകമായി ക്രൈസ്തവ വിരുദ്ധ നീക്കങ്ങൾ പതിവായതോടെ ക്രിസ്ത്യാനികൾക്കിടയിൽ ബിജെപിക്കുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾ ക്രൈസ്തവ സഭകളെയും വിശ്വാസികളെയും ഒപ്പം നിർത്തി കേരളത്തിൽ ഭരണം നേടാമെന്ന ബിജെപിയുടെ സ്വപ്നങ്ങൾക്കാണ് മങ്ങലേൽപ്പിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല.